ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന മ്യൂസിയങ്ങളിലൊന്നാണ് മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന ലൂവർ മ്യൂസിയം. എന്നാൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ വന്നതോടെ ജീവനക്കാർ മ്യൂസിയം അടച്ചിട്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് ആദ്യമായല്ല തിരക്ക് കാരണം ജീവനക്കാർ മ്യൂസിയം അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത് എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിനു മുൻപ് 2013-ലും 2019-ലും മ്യൂസിയം അടച്ചിട്ട് ജീവനക്കാർ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ജീവനക്കാരുടെ പ്രതിഷേധം പാരമ്യത്തിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ലോക ക്ലാസിക് ചിത്രമായ മൊണാലിസയും സാന്ദ്രോ ബോട്ടിസെല്ലിയുടെ മാസ്റ്റർ പീസ് ചിത്രങ്ങളും ഡയാന ദി ഹൺട്രസ്, വീനസ് ഡി മിലോ, സമോത്രസിന്റെ ചിറകുകളുള്ള വിജയം തുടങ്ങിയ ശില്പങ്ങളാലും സമ്പന്നമാണ് പാരീസിലെ ഈ മ്യൂസിയം. കഴിഞ്ഞ തിങ്കളാഴ്ച മ്യൂസിയത്തിലെ മുന്നിലെ IMBയുടെ ഗ്ലാസ് പിരമിഡിന് മുന്നിൽ പോലും മണിക്കൂറുകളോളം ഒരടി പോലും നീങ്ങാൻ കഴിയാതെ സന്ദർശകരുടെ നീണ്ട നിരകളുണ്ടായിരുന്നു. ഇതിലെ വലിയ പിരമിഡ് വഴിയാണ് സന്ദർശകർക്ക് മ്യൂസിയത്തിനകത്ത് കടക്കാൻ കഴിയുക. ഇതോടെ ഗാലറി അറ്റൻഡന്റ്മാർ, ടിക്കറ്റ് ഏജന്റുമാർ, സുരക്ഷാ ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള മ്യൂസിയത്തിലെ ഭൂരിഭാഗം ജീവനക്കാരും തങ്ങളുടെ ജോലിക്ക് കയറാൻ വിസമ്മതിക്കുകയായിരുന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. തങ്ങൾക്ക് സുരക്ഷിതത്വത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യമല്ല നിലവിൽ മ്യൂസിയത്തിലുള്ളതെന്നാണ് ജീവനക്കാർ പരാതിപ്പെടുന്നത്. വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട അതിർത്തിയിൽ ജീവനക്കാർ പണിമുടക്കിയതോടെയാണ് സംഭവം. മൊണാലിസ പോലുള്ള മാസ്റ്റർ പീസുകൾ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് സന്ദർശകർക്ക് IMBയുടെ ഗ്ലാസ് പിരമിഡിന് ചലിക്കാത്ത ക്യൂവിൽ നിൽക്കേണ്ടി വന്നത് മണിക്കൂറുകളാണ്. ജീവനക്കാർ പതിവായി പങ്കെടുക്കാറുള്ള മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം പ്രഖ്യാപിതമായ പണിമുടക്കായി മാറുകയായിരുന്നു. ഗാലറി അറ്റൻഡന്റുകൾ, ടിക്കറ്റ് ഏജന്റുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെയുള്ള വിവിധ മേഖലയിലുള്ള ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുത്തു. ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്നും അനുകൂലമല്ലാത്ത ജോലി സാഹചര്യങ്ങളാണുള്ളതെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 8.7 ദശലക്ഷത്തിലധികം സന്ദർശകരെത്തിയ മ്യൂസിയത്തിൽ ആവശ്യത്തിന് വിശ്രമ മുറികളില്ലെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്നും നേരത്തെ വാർത്തകളിൽ വ്യക്തമാക്കിയിരുന്നു. വാട്ടർ പ്രൂഫ് ആയിരുന്ന കെട്ടിടത്തിലെ ഭാഗങ്ങൾ ഇനി അതുപോലെ നിലനിൽക്കില്ലെന്നും താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ പോലും വിലമതിക്കാനാവാത്ത കലാസൃഷ്ടികളെ നശിപ്പിക്കുമെന്നും ലൂവറെ പ്രസിഡന്റ് ലോറൻസ് ഡെസ്കാർസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം റഷ്യൻ വിരുദ്ധ പ്രതിഷേധത്തിന് പാരീസ് മ്യൂസിയത്തിൽ നിന്നും മാക്രോണിന്റെ മെഴുകു പ്രതിമ മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം തുടരുന്നതിലും മാക്രോണിന്റെ കാലാവസ്ഥാ നയങ്ങളിലും പ്രതിഷേധിച്ച ഗ്രീൻ പീസ് പ്രവർത്തകർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതിമയെടുത്ത് പാരീസിലെ റഷ്യൻ എംബസിക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ പ്രാദേശിക സമയം 10:30 മധ്യ പാരീസിലെ ഗ്രവിൻ മ്യൂസിയത്തിൽ നിന്ന് 200-ലധികം പൊതുവ്യക്തികളുടെ മെഴുകു പ്രതിമകൾ സൂക്ഷിച്ചിരുന്ന മാക്രോണിന്റെ പ്രതിമ കടം വാങ്ങിയതായി പ്രവർത്തകർ പറഞ്ഞതായി ഗ്രീൻ പീസിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. റഷ്യയുമായുള്ള ഫ്രഞ്ച് കരാറുകൾ അവസാനിപ്പിച്ച് യൂറോപ്പിലുടനീളം അഭിലാഷപൂർണവും സുസ്ഥിരവുമായ ഒരു പാരിസ്ഥിതിക പരിവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതുവരെ ഈ ലോക പ്രശസ്ത സാംസ്കാരിക സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കാൻ അദ്ദേഹം അർഹനല്ല എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഫ്രഞ്ച് തലസ്ഥാനത്തിന്റെ പടിഞ്ഞാറുള്ള റഷ്യൻ എംബസിയിലേക്ക് പ്രതിമ കൊണ്ടുപോയി. അവിടെ ഗ്യാസ്, ആണവോർജ്ജം, രാസവളങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മോസ്കോയുമായുള്ള വ്യാപാരം തുടരുന്നതിനെ അപലപിക്കുന്ന ബാനറുകൾക്ക് മുന്നിൽ അവാർഡ് സ്ഥാപിച്ചു. പ്രതിമയ്ക്ക് പിന്നിൽ ഒരാൾ ബിസിനസ് ഈസ് ബിസിനസ് എന്നെഴുതിയ ഒരു ബോർഡ് പിടിപ്പിച്ചിരുന്നു. അതിൽ പുഞ്ചിരിക്കുന്ന മാക്രോൺ കൈകൊട്ടുന്നത് ചിത്രീകരിക്കുന്നു. മറ്റൊരു ബാനറിൽ ഉക്രൈൻ കത്തുകയാണ്, ബിസിനസ് തുടരുന്നു എന്നെഴുതിയിരുന്നു. റഷ്യൻ ഇന്ധനത്തെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുമ്പോഴും ദ്രവീകൃത പ്രകൃതിവാതകം പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അവസാനിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ പാടുപെടുകയാണ്. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിന്റെ ഗവേഷണ പ്രകാരം ജനുവരിയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ റഷ്യൻ ഫോസിൽ ഇന്ധന ഇറക്കുമതിക്കാരൻ ഫ്രാൻസ് ആയിരുന്നു. റഷ്യൻ ആണവ ഏജൻസിയായ റോസാറ്റവുമായി ബന്ധപ്പെട്ട ആണവ ഇന്ധന ഇറക്കുമതി കരാറുകൾ തുടരുന്നതിനെയും ഗ്രീൻ പീസ് വിമർശിക്കുകയുണ്ടായി. ഇമ്മാനുവൽ മാക്രോൺ തന്റെ ആണവ പുനരുജ്ജീവനം ഉപേക്ഷിക്കണം. ഈ പാതയിൽ തുടരുന്നത് റഷ്യ പോലുള്ള ശത്രുതാപരമായ ഭരണകൂടങ്ങളെ അപകടകരമായി ആശ്രയിക്കുന്നതിനും ഒരു ക്രിമിനൽ ഭരണകൂടത്തിന്റെ വ്യവസായത്തിന് ധനസഹായം നൽകുന്നത് തുടരുന്നതിനുമാണ്. ഗ്രീൻ പീസ് ഫ്രാൻസിലെ ഊർജ്ജ പരിവർത്തന പ്രവാചകനായ റോജർ സ്പോർട്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വ്ളാഡിമിർ പുടിന്റെ യുറേനിയം കൊണ്ട് പരമാധികാരമോ ഊർജ്ജ പരിവർത്തനമോ സമാധാനമോ സാധ്യമല്ല. ഈ ഇരട്ടത്താപ്പ് നിലപാട് അവസാനിപ്പിച്ച് ആണവോർജ്ജത്തെക്കുറിച്ചുള്ള പേജ് എന്നേക്കുമായി തിരിക്കാൻ സമയമായി. ഉക്രൈന് പരസ്യമായി ശക്തമായ പിന്തുണ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ ചെയ്യാത്ത മാക്രോണിന്റെ ഇരട്ടത്താപ്പിനെ ഗ്രീൻ പീസ് പ്രസ്താവനയിൽ വിമർശിച്ചിരിക്കുകയാണ്. പ്രതിമ ഇപ്പോൾ എവിടെയാണെന്നും അത് മ്യൂസിയത്തിലേക്ക് തിരികെ നൽകുമോ എന്നും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് CNN ഗ്രീൻ പീസുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അഭിപ്രായത്തിനായി ഗ്രവിൻ മ്യൂസിയത്തെയും മാക്രോണിന്റെ ഓഫീസിനെയും ബന്ധപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.